100% എനിക്ക് ഇതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യനാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഇപ്പോൾ രേണു സുധിക്കെതിരായിട്ടും രേണുവിൻ്റെ അച്ഛനെതിരായിട്ടും നോബിൾ ഫിലിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ബിഷപ്പ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പറയുന്ന രേണുവിനും രേണുവിൻ്റെ 2 മക്കൾക്കും വീട് വെക്കാനുള്ള സ്ഥലം നൽകിയത് ആ ഒരു ബിഷപ്പാണ്. അദ്ദേഹത്തിന് ആ ഒരു സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് ചീത്തകളും ഒരുപാട് പഴികളും കേൾക്കേണ്ടി വന്നു. ഇപ്പം എന്തായാലും അദ്ദേഹം പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ രേണു സുധി ബിഗ് ബോസിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന ബിഷപ്പിനെ വിളിച്ചിട്ട് രേണുവിൻ്റെ ആർമി ആയിരിക്കണം, അല്ലെങ്കിൽ രേണു റിലേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരായിരിക്കണം, ഈ അച്ഛനെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണിയാണ്, തട്ടിക്കളയും, ഇല്ലാതാക്കി കളയും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഭീഷണി അദ്ദേഹത്തിന് ഫോൺ കോളുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദികൾ രേണു സുധിയും രേണു സുധിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചനുമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത് നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, രേണു സുധിയെ സഹായിച്ചവരെ എല്ലാം അവർ മോശം പറഞ്ഞിട്ടേ ഉള്ളൂ, പുറംകാലം കൊണ്ട് തട്ടിയിട്ടേ ഉള്ളൂ. വീട് വെച്ച് കൊടുത്തവർക്ക്, അല്ലെങ്കിൽ സ്ഥലം കൊടുത്ത ഈ ഒരു ബിഷപ്പിന്, അതുപോലെ തന്നെ ഇവർക്ക് പണം കൊടുത്ത് സഹായിച്ചവർക്ക്, മതിൽ വെക്കാനായിട്ട് പണം കൊടുത്ത ഷാജൻ സ്കറിയ, അതായത് മറുനാടൻ, ഇവരെയൊക്കെ രേണു സുധി വന്നിരുന്നു പൂര ചീത്തയും പറഞ്ഞ് അവരെയൊക്കെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് രേണു ചെയ്തത്. അപ്പോൾ അങ്ങനെ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ചില പ്രവർത്തികളൊക്കെ ഉണ്ടായി. അവർ നെഗറ്റീവിലൂടെ അവർക്ക് കുറേ പബ്ലിസിറ്റി കിട്ടി. അതിൻ്റെ ഒരു പുറത്താണ് അവർക്കിപ്പോൾ ബിഗ് ബോസിൽ വരെ അവസരം കിട്ടിയിരിക്കുന്നത്. രേണുവിന് ബിഗ് ബോസിൽ അവസരം കിട്ടിയപ്പോൾ കുറേയധികം ആൾക്കാർ രേണുവിനെ അങ്ങ് പൊക്കി പിടിച്ച് അങ്ങോട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ അങ്ങ് വെളുക്കത്തില്ല. കാരണം അവർക്ക് ഈ ഒരു അവസരം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നെഗറ്റീവിലൂടെ അവർക്ക് കുറേ പബ്ലിസിറ്റി കിട്ടി. അങ്ങനെ വൈറലായി നിൽക്കുന്ന ഒരു താരമായി രേണു സുധി. അങ്ങനെ വൈറലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചു. അത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഈ രേണു ചെയ്ത പ്രവൃത്തികളൊന്നും ഇല്ലാതാവുന്നില്ല. അവരെത്ര ബിഗ് ബോസ് അല്ല അതിൽ വലിയ ഷോയിൽ പോയാലും അവരുടെ പ്രവൃത്തിയും അവരുടെ സ്വഭാവവും ഇല്ലാതാവുന്നില്ല. രേണു തന്നെ രേണുവിന് വീട് വെച്ച് കൊടുത്തവരെ, സ്ഥലം കൊടുത്തവരെ, അവരെ സഹായിച്ചിട്ടുള്ളവരെ എല്ലാം വൃത്തികേട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി അങ്ങ് ബിഗ് ബോസിൽ പോയതിന് ശേഷം എന്തൊക്കെയോ കീഴടക്കിയ ഒരു മനോഭാവത്തിലാണ് രേണു സുധി ബിഗ് ബോസിൽ നിൽക്കുന്നത്. കളിക്കട്ടെ, നന്നായിട്ട് കളിച്ച് അവർ വിജയിച്ച് വരട്ടെ. അതിന് കഴിവുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. അപ്പോൾ ഈ പറയുന്ന ആ ഒരു ബിഷപ്പിനെ ഈ ഒരു രീതിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ആരായിരിക്കും? നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രേണു സുധിയെ സപ്പോർട്ട് ചെയ്യാൻ, നല്ല രേണു സുധിയെ ഇപ്പോൾ ഈ ബിഗ് ബോസിലൊക്കെ പോയതിനു ശേഷം സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറേ ആർമികളും PR വർക്കർമാരൊക്കെ ഉണ്ടാവാം. ഇവരായിരിക്കാം ഈ ഒരു അച്ഛനെയും വിളിച്ചിട്ട് ഇമ്മാതിരി ഭീഷണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ അച്ഛൻ താമസിക്കുന്നത്, അതായത് ഈ ബിഷപ്പിൻ്റെ താമസം എന്ന് പറയുന്നത് രേണു സുധിയുടെയൊക്കെ വീടിന് അടുത്ത് തന്നെയാണ് അദ്ദേഹവും താമസിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുവാണെങ്കിൽ അത് അദ്ദേഹം പറയുന്നുണ്ട്, അതിന് ഉത്തരവാദി രേണു സുധി ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഇതുവരെ ഈ ഒരു രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഇവർക്കൊരു സഹായം ചെയ്യാൻ പോയതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് ചെയ്തതോടുകൂടി ഇപ്പം അദ്ദേഹത്തിന് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം അദ്ദേഹം ആ ഒരു സ്ഥലം അവർക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കി സ്ഥലമോ കാര്യങ്ങളോ ആരും വാങ്ങാനോ എടുക്കാനോ ഒന്നും തന്നെ വന്നില്ല. അത് പോരാഞ്ഞിട്ട് ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതിനെന്തോരം പഴിയാണ് അദ്ദേഹം കേൾക്കേണ്ടി വന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇത് കണ്ട കാര്യങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങളാണ്. രേണു സുധിക്ക് സ്ഥലം കൊടുത്തവരെയും വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ എന്തോരം വൃത്തികേടുകൾ ഈ പറയുന്ന രേണുവും രേണുവിൻ്റെ കുടുംബക്കാരായിട്ടുള്ള രേണുവിൻ്റെ അച്ഛനും ഒക്കെ വന്ന് പറഞ്ഞു. ആ ഒരു വീട്ടിൽ 10 രൂപ കാശ് പോലും മുടക്കില്ല രേണുവിനോ രേണുവിൻ്റെ അച്ഛനോ ആർക്കും തന്നെ. അത് വെച്ച് കൊടുത്തത് ഫിറോസ് എന്ന് പറയുന്ന ആളും അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ള കുറേയധികം ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് ആ ഒരു വീട് വെച്ച് കൊടുത്തത്. ആ ഒരു വീട്ടിലേക്ക് വേണ്ട സാധന സാമഗ്രികൾ ഉൾപ്പെടെ, ഫർണിച്ചറുകൾ ഉൾപ്പെടെ ആ ഒരു വീട്ടിൽ അവർക്ക് കൊടുത്തു. എന്നിട്ടും ആ വീടിനെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞ് ആ വീട് വെച്ച് കൊടുത്തവരെ, ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയൊക്കെ എന്തോരം വൃത്തികേടുകൾ ഈ പറയുന്ന രേണുവും രേണുവിൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞത്.
അപ്പോൾ ഇപ്പോൾ രേണുവിനും രേണുവിൻ്റെ വീട്ടുകാർക്കൊരു എന്താ പറയുക, അവർ ചിന്തിക്കുന്ന രേണു ബിഗ് ബോസിൽ പോയില്ലേ, ഇനിയിപ്പോൾ എന്താണ്, അവളെ ആർക്കും ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ്. രേണു എവിടെ പോയെന്ന് പറഞ്ഞാലും രേണു ചെയ്ത പ്രവർത്തികൾ അതാരും മറക്കാൻ പോകുന്നില്ല. ഇപ്പം ഇദ്ദേഹം ഈ അദ്ദേഹത്തിന് ആരൊക്കെയോ വിളിച്ച് ഭീഷണിപ്പെടുത്തി രേണുസുധിയുടെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഇല്ലാതെ ആക്കി കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണികൾ വന്നു. അതാണിപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നത്. എന്തായാലും കൊള്ളാം, രേണാസുന എന്തായാലും വലിയ സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ പബ്ലിസിറ്റി കിട്ടി, നെഗറ്റീവിലൂടെ അവിടെ എത്തി, ബിഗ് ബോസിൽ എത്തി. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒരു മണ്ണാങ്കട്ടയും ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. അവിടെ പോയി 100 ദിവസം നിൽക്കുമായിരിക്കാം, പക്ഷേ കപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം രേണുവിന് അവിടെ വലിയ രീതിയിൽ ഗെയിമോ കാര്യങ്ങളോ ഒന്നും കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കളിക്കുമോ എന്നറിയില്ല. എന്തായാലും ഈ ബിഷപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. രേണുവിനെതിരെയും രേണുവിൻ്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ ചേട്ടനെതിരെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അറിയാം വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കണ്ട് തന്നെ അറിയണം.